ഇറ്റലിയിൽ വന്നപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഇറ്റാലിയൻ ദ്വീപായ സിസിലി സന്ദർശിക്കണമെന്ന്. അങ്ങനെ സിസിലിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അതിമനോഹരമായ ഒരു റോഡ് ട്രിപ്പ്. ഇറ്റാലിയൻ പെനിൻസുലയുടെ തെക്കേ അറ്റമായ റെജ്ജോ കലാബ്രിയയിലെ പോർട്ടായ വില്ല സാൻ ജോവാനിയാണിത്. ഈ കടലിടുക്കിൻ്റെ അപ്പുറത്ത് കാണുന്ന സ്ഥലമാണ് സിസിലി ദ്വീപ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പാലങ്ങളില്ല. ട്രെയിനടക്കം എല്ലാ വാഹനങ്ങളും കപ്പലിലാണ് അപ്പുറത്തേക്ക് എത്തിക്കുന്നത്. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ഭീമൻ കപ്പലാണ് ഈ വരുന്നത്. അതിൽ കയറാനുള്ള വാഹനങ്ങളുടെ നീണ്ട നിരയാണിത്. വലിയ ട്രക്കുകൾ തുടങ്ങി സൈക്കിളുകൾ വരെയുണ്ട്. കൂട്ടത്തിൽ എൻ്റെ സ്വന്തം കമ്പാനിനും തൻ്റെ ഊഴം കാത്തു കിടക്കുന്നു. ദാ ആ കപ്പൽ ഭീമൻ ഞങ്ങളെ കയറ്റാനായി നങ്കൂരമിടുന്നു. പതിയെ എല്ലാ വാഹനങ്ങളും അകത്ത് കയറ്റി സ്കൂൾ അസംബ്ലിക്ക് കുട്ടികൾ നിൽക്കുന്നത് പോലെ വരിവരിയായി നിർത്തി. കൂട്ടത്തിൽ നമ്മുടെ ആളുമുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പലിൻ്റെ ഡക്കിലേക്ക് പോകാം. അവിടെ നല്ലൊരു ടീ ഷോപ്പ് ഉണ്ട്. രാവിലെ ആയതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കപ്പലിലാക്കി. ശേഷം കപ്പലിൻ്റെ മറ്റു ഭാഗങ്ങൾ ചുറ്റി നടന്ന് കണ്ടു. ദേ അങ്ങ് ദൂരെ മലമുകളിൽ മഞ്ഞിൻ്റെ ഇടയിൽ പുകയുയരുന്നത് കണ്ടോ? അതാണ് ഇറ്റലിയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ എറ്റ്ന അഗ്നിപർവ്വതം. ഈ കടലിടുക്കിൻ്റെ നടുക്കെത്തുമ്പോൾ ഇറ്റാലിയൻ പെനിൻസുലയും സിസിലി ദ്വീപും വ്യക്തമായി ചുറ്റും കാണാം. ഈ രണ്ട് സ്ഥലങ്ങളും ഭൂമിയുടെ രണ്ട് പ്ലേറ്റുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ നിരന്തരം ഇവിടെ ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇവയെ ബന്ധിപ്പിക്കാനുള്ള പാലം പണിയാൻ സാധിക്കില്ല. ഈ അടുത്താണല്ലോ ഹാരി കൊടുങ്കാറ്റ് ഇവിടെ ഉണ്ടായത്. അതിനു മുമ്പായിരുന്നു ഞങ്ങളുടെ യാത്ര. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിസിലിയിലെ മൂന്നാമത്തെ വലിയ പട്ടണമായ മെസ്സീനയാണ്. അടുത്ത പാർട്ടിനായി കാത്തിരിക്കുക.